പിണറായി വിജയന്റെ മകൾ വീണ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ആരാണ്? കേവലം ഒരു നേതാവിന്റെ മകൾ എന്നതിനപ്പുറം വീണയ്ക്ക് പാർട്ടിയുമായോ രാഷ്ട്രീയമായോ യാതൊരു ബന്ധവുമില്ല. എന്നിട്ടും ഈ വീണ വിജയന്റെ പേരിൽ ആരോപിക്കപ്പെട്ട മാസപ്പടി വിവാദം എങ്ങനെയാണ് പാർട്ടിയുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിച്ചത്? പാർട്ടിയുടെ ആത്മാഭിമാനത്തെ അല്ല മുറിവേറ്റത്, പിണറായിയുടെ ആത്മാഭിമാനത്തിനാണ് അത് കൊണ്ടത്. അതുകൊണ്ടാണ് ED അപ്രതീക്ഷിതമായി വന്നിട്ട് പോലും ഇക്കണ്ട അണികളൊക്കെ അവിടെ ഓടിക്കൂടിയത്. കയ്യിൽ കിട്ടിയതും കരുതിക്കൊണ്ടുവന്നതുമായ ആയുധങ്ങൾ ഉപയോഗിച്ച് അന്വേഷണ സംഘത്തെ ആക്രമിക്കാനും കൊല്ലാനും നോക്കിയത്. ആയിക്കോട്ടെ, രാഷ്ട്രീയ ബോധമൊക്കെ മനുഷ്യർക്ക് നല്ലതാണ്, പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക്. പക്ഷേ നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഈ കടും കൈ മുന്നും പിന്നും നോക്കാതെ ചെയ്തത്? എന്നിട്ടപ്പോൾ നിങ്ങൾക്ക് ആർക്കു വേണ്ടിയാണോ ഇക്കണ്ട അക്രമം മുഴുവൻ കാണിച്ചത്? അവരെവിടെ, നിങ്ങളെവിടെ? ഇതൊരു ചോദ്യമല്ല, യുവതലമുറയ്ക്ക് ഉണ്ടാകേണ്ട മിനിമം ബോധമാണ്. പിണറായിയും മകളും ഇപ്പോഴും സുഭിക്ഷമായി ഉണ്ടും AC മുറിയിൽ ഉറങ്ങിയും രാജകൊട്ടാരത്തിൽ സസുഖം വാഴുന്നു. എന്നാൽ അണികളോ? പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ ജാമ്യ ഹർജി വീണ്ടും കോടതി തള്ളി. കഴിഞ്ഞ 57 ദിവസമായി ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് ഇനി 23 ദിവസം അവിടെ തന്നെ തുടരേണ്ടി വരും. അതിനുശേഷമേ സ്വാഭാവിക ജാമ്യം ലഭിക്കുകയുള്ളൂ. പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി S നസീറയാണ് 7 പ്രതികളുടെ ജാമ്യ ഹർജി തള്ളിയത്. കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പ്രതികൾ സഹകരിക്കാത്തതാണ് അന്വേഷണം മന്ദഗതിയിലാകാൻ കാരണമെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം. കുറ്റമറ്റതും വിശദവുമായ അന്വേഷണം നടക്കുന്നതിനാൽ അത് പൂർത്തിയാകുന്നതിന് മുൻപ് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചാൽ അവർ ഒളിവിൽ പോകാനും സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും കേസ് അട്ടിമറിക്കാനും സാധ്യതയുണ്ട് എന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ A സന്തോഷ് കുമാർ വാദിച്ചിരുന്നു. പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് കോടതി പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചത്. EDക്ക് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ AJ സന്തോഷ് കുമാർ ഹാജരായി. പള്ളിച്ചൽ നരുവാമൂട് തൈവിളാകം സ്വദേശി ശ്രീജിത്ത്, വട്ടിയൂർക്കാവ് മാർക്കറ്റ് ലൈൻ അനിയനിവാസിൽ അനിൽകുമാർ, പേട്ട കവറടി വട്ടവിളാകത്ത് വീട്ടിൽ ദിനീത് N നായർ, കരമന നെടുങ്കാട് സ്വദേശി അമൽ, കൊടുങ്ങാനൂർ ചന്തമുക്ക് കോണത്തെ വീട്ടിൽ ദിനകർ, കരമന വാറുവിളാകത്ത് വീട്ടിൽ ഷിജു, സലീം, മണക്കാട് കിള്ളി അറപ്പുര വീട്ടിൽ നിഷാദ് എന്നീ 7 പ്രതികളാണ് ജാമ്യ ഹർജി നൽകിയിരുന്നത്. ആക്രമിച്ചത് വെറും അന്വേഷണ ഉദ്യോഗസ്ഥരെ മാത്രമല്ല, കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥരെയാണ് എന്നതുകൂടി ഓർക്കണം. പുറം ലോകം ഇനി കാണാൻ പറ്റിയാൽ ഭാഗ്യമെന്നേ പറയാനുള്ളൂ. വീണയ്ക്കെതിരെ തെളിവുകളുണ്ട് എന്ന് ED വ്യക്തമായി പറയുന്ന ഒരു കേസിൽ നീണ്ട മണിക്കൂറുകൾ പലകുറി അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിട്ടും മൊഴികളിൽ വൈരുദ്ധ്യം, പല ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടിയില്ല, തെളിവോ രേഖകളോ കാണിക്കാൻ വീണയ്ക്ക് പോലും കഴിയുന്നില്ല എന്നൊക്കെയുള്ള ഒരു കേസിലാണ് കാള പറ്റൂ എന്നത് കേട്ടത് മുതൽ കയറും വാങ്ങി അന്തം കമ്മികൾ പോയതെന്നോർക്കുമ്പോൾ ചോരത്തിളപ്പെന്നല്ല വിവരക്കേടെന്നാണ് ഇതിന്റെ പേര്. പിണറായി വിജയനോ മകൾക്കോ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, നഷ്ടപ്പെടുകയുമില്ല എന്ന് എല്ലാവർക്കും നന്നായി അറിയാം. പണത്തിനു മേലെ പറക്കാൻ ഒരു അന്വേഷണത്തിനും കരുത്തില്ല എന്നത് ശക്തമായ ഭരണഘടനയും ജനാധിപത്യവും ഒക്കെ ഉള്ളപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ പരസ്യമായ രഹസ്യമാണ്. തെറ്റ് ചെയ്തില്ല എങ്കിൽ, ഈ കൈകൾ ശുദ്ധമാണെങ്കിൽ, ആ മടിയിൽ കനമില്ല എങ്കിൽ പതറാതെ വിറക്കാതെ പിണറായിയും മകളും നിയമത്തെ നിയമം കൊണ്ട്, തെളിവുകളും രേഖകളും കൊണ്ട് വേണം നേരിടാൻ. അഗ്നിശുദ്ധി വരുത്തി പൊതുമധ്യത്തിൽ വന്നു നിന്ന് പിണറായി കൈകൾ ഉയർത്തി ഈ കൈകൾ ശുദ്ധമാണ് എന്ന് അങ്ങനെ പറയുമ്പോൾ കേരള ജനത കൈയടിക്കും. അല്ലാതെ ചങ്ങലക്കിട്ട നായ്ക്കളെ അഴിച്ചുവിടുന്നത് പോലെ ചോരത്തിളപ്പിന്റെ പ്രായത്തിലുള്ള പിള്ളേരെ അണികളെന്നും പറഞ്ഞ് കപട രാഷ്ട്രീയം കളിപ്പിക്കുന്നത്, രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമാക്കുന്നത് ഉളുപ്പില്ലായ്മയാണ്, നെറികേടാണ് സഖാവേ.